വർഷങ്ങൾ കഴിഞ്ഞു. ബാംഗ്ലൂരിലെ ആ ട്രാഫിക് സിഗ്നലിൽ ഒരുമിച്ച് നിന്നിട്ടും പരസ്പരം കാണാതെ മാറിപ്പോയ ആ നിമിഷം ഉണ്ണിയും ഖാദയും തമ്മിലുള്ള ജീവിതത്തെ രണ്ടായി പിരിച്ചു. സമയം നീങ്ങി, ജീവിതം മുന്നോട്ട് പോയെങ്കിലും ആ ഓർമ്മകൾ ഒരിക്കലും പിന്നിലായില്ല. ഉണ്ണികൃഷ്ണൻ കേരളത്തിലേക്ക് മടങ്ങി. പോലീസ് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഒടുവിലൊരു ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നു. പുറത്തേക്ക് കഠിനമായ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥനായി തോന്നിയെങ്കിലും ഉള്ളിൽ അവൻ ഇപ്പോഴും ഖാദയെ മറക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. വിവാഹം ചെയ്യാൻ കുടുംബം പലപ്പോഴും നിർബന്ധിച്ചെങ്കിലും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഒരു ദിവസം അവൾ തിരിച്ചുവരും എന്ന വിശ്വാസം അവന്റെ ഉള്ളിൽ ജീവിച്ചു. മറ്റൊരു വശത്ത് ഖാദ വിദേശത്തേക്ക് പോയി. അവിടെ അവൾ തന്റെ കരിയറിൽ ഉയരങ്ങൾ കീഴടക്കി. ഒരു പ്രശസ്ത അഡ്വർടൈസിംഗ് കമ്പനിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി മാറി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ശ്രമിച്ചെങ്കിലും ഉണ്ണിയോടുള്ള സ്നേഹം അവളുടെ ഹൃദയത്തിൽ എപ്പോഴും ഒളിഞ്ഞിരുന്നു. അതിനാൽ അവൾ മറ്റൊരു വിവാഹം കഴിച്ചില്ല. പലപ്പോഴും ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് അവൾ ആലോചിച്ചെങ്കിലും പഴയ ഓർമ്മകൾ അവളെ തടഞ്ഞു. പ്രൊഫസർ കുര്യൻ ഫെർണാണ്ടസിന്റെ കഥ ഒരു ചരിത്രമായി മാറി. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തന്നെ മരണമടഞ്ഞ അദ്ദേഹം ചിലർക്ക് കുറ്റവാളി, ചിലർക്ക് നീതി തേടിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സംഭവങ്ങൾക്ക് ശേഷം ആ കോളേജിലും സമൂഹത്തിലും പല മാറ്റങ്ങളും ഉണ്ടായി. എന്നാൽ അതൊന്നും നഷ്ടപ്പെട്ട ജീവിതങ്ങളെ തിരിച്ചുകൊണ്ടുവന്നില്ല. വർഷങ്ങൾക്കു ശേഷം ഒരു കോൺഫറൻസിനായി ഖാദ വീണ്ടും കൊച്ചിയിലേക്ക് എത്തി. അതേസമയം ഒരു പോലീസ് കോൺഫറൻസിനായി ഉണ്ണിയും അവിടെ ഉണ്ടായിരുന്നു. വിധി വീണ്ടും അവരെ ഒരേ നഗരത്തിൽ എത്തിച്ചു. ഒരു വൈകുന്നേരം മറൈൻ ഡ്രൈവിൽ നടക്കുമ്പോൾ ഖാദയുടെ കണ്ണ് ഒരാളിൽ നിൽക്കുന്നു. അത് ഉണ്ണിയായിരുന്നു. അവനും അവളെ കണ്ടു. അവർ ഒരു നിമിഷത്തേക്ക് ഞെട്ടിത്തെറിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് പറയാനുണ്ടായിരുന്നെങ്കിലും ആദ്യ നിമിഷം ഇരുവരും മിണ്ടാതെ നിന്നു. പിന്നീട് ഒരു ചെറിയ ചിരി. സുഖമാണോ? ഉണ്ണി ചോദിച്ചു. നന്നായിരിക്കുന്നു, ഖാദ മറുപടി നൽകി. ആ ദിവസം അവർ ഏറെ സംസാരിച്ചു. നഷ്ടപ്പെട്ട വർഷങ്ങൾ, പറയാതെ പോയ വാക്കുകൾ എല്ലാം വീണ്ടും തുറന്നു. ജീവിതം രണ്ട് വഴികളിലേക്ക് പോയെങ്കിലും ഹൃദയം ഒരേ വഴിയിലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി. മറൈൻ ഡ്രൈവിന്റെ തീരത്ത് നിന്ന ആ സന്ധ്യ ഇരുവരുടെയും ജീവിതം വീണ്ടും മാറ്റാൻ തുടങ്ങി. അവരുടെ സംഭാഷണങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല. ഓരോ ദിവസവും അവർ വീണ്ടും വീണ്ടും കണ്ടുമുട്ടി. പഴയ ഓർമ്മകൾ തുറന്നു നോക്കാനും പുതിയ സ്വപ്നങ്ങൾ പണിയാനും. മുമ്പ് കടമ മാത്രമായിരുന്ന ജീവിതത്തിന് ഒരു അർത്ഥം വേണമെന്ന് ഉണ്ണി മനസ്സിലാക്കി. ഖാദയും അതുപോലെ. കരിയറിന്റെ തിരക്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തെ വീണ്ടും പിടിച്ചു നിർത്താൻ അവൾ തയ്യാറായി. ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് അവൾ പറഞ്ഞു. അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഖാദയ്ക്ക് വിദേശത്തേക്ക് പോകേണ്ടതായി വന്നു. ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് ഉണ്ണിക്ക് ഉറപ്പു നൽകി അവൾ തിരിച്ചു. വിദേശത്തു നിന്നും ഉടൻ തന്നെ തിരിച്ചു വന്ന ഖാദയെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ലല്ലോ. പ്രൊഫസർ കുര്യൻ ഫെർണാണ്ടസിന്റെ പഴയ കേസ് വീണ്ടും വാർത്തകളിൽ വന്നിരുന്നു. പുതിയ തെളിവുകൾ പുറത്തു വന്നു. ചിലർ അദ്ദേഹത്തെ നിരപരാധിയാക്കാൻ ശ്രമിച്ചു. ചിലർ പഴയ കുറ്റങ്ങൾ വീണ്ടും ഉന്നയിച്ചു. ഈ കേസ് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചപ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ടത് ഉണ്ണിയായിരുന്നു. അതൊരു വിചിത്രമായ തിരിവായിരുന്നു. ഖാദയുടെ അച്ഛന്റെ കഥ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഉണ്ണി, ഈ കേസ് ഏറ്റെടുക്കണോ? ഖാദ ചോദിച്ചു. ഉണ്ണി കുറച്ചുനേരം മിണ്ടാതെ നിന്ന ശേഷം പറഞ്ഞു. ഇത് നിന്റെ അച്ഛനെ കുറിച്ചുള്ള സത്യം പുറത്തു കൊണ്ടുവരാനുള്ള അവസരമാണ്. ഖാദയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. സത്യം എന്താണെന്ന് എനിക്കറിയാം ഉണ്ണി, പക്ഷേ അത് നമ്മളെ വീണ്ടും വേർപെടുത്തുമോ എന്ന് പേടിയുണ്ട്. ഉണ്ണി അവളുടെ കൈപിടിച്ചു. ഈ പ്രാവശ്യം എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് ഉണ്ണി പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണം തുടങ്ങി. പഴയ രേഖകൾ, മറച്ചുവെച്ച സാക്ഷികൾ, കള്ളക്കഥകൾ എല്ലാം പതിയെ പുറത്തു വന്നു. പ്രൊഫസർ കുര്യൻ ഫെർണാണ്ടസ് കുറ്റവാളിയല്ല, സിസ്റ്റത്തിന്റെ ഇരയായിരുന്നു എന്ന സത്യത്തിന്റെ സൂചനകൾ ശക്തമായി. ഉണ്ണി ഒരു പ്രധാന സാക്ഷിയെ കണ്ടെത്തി. ആ രാത്രിയിൽ നടന്ന ക്രൂരതയുടെ യഥാർത്ഥ സാക്ഷി. അവന്റെ മൊഴി എല്ലാം മാറ്റിമറിച്ചു. മേഴ്സിയുടെ മരണവും പ്രൊഫസറുടെ ശിക്ഷയും എല്ലാം ഒരു ഗൂഢാലോചനയായിരുന്നു. അവസാനം കോടതി വിധി പ്രസ്താവിച്ചു. പ്രൊഫസർ ഫെർണാണ്ടസ് നിരപരാധി. ആ വാർത്ത കേട്ട് ഖാദ പൊട്ടിക്കരഞ്ഞു. അവളുടെ ഡാഡി ഇനിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ശുദ്ധമായി. നിരപരാധിത്വം തെളിഞ്ഞു. ഉണ്ണി പറഞ്ഞു, ഇത് നിന്റെ വിജയമാണ്. അവൾ പറഞ്ഞു, ഇത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. അവസാനം
അവർ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ സ്നേഹത്തെ തിരിച്ചുപിടിക്കാൻ. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ഗാഥയുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. മനസ്സിലൊരു പ്രാർത്ഥന, ഡാഡി ഇത് കാണുന്നുണ്ടാവണം. ഉണ്ണി ശാന്തമായി അവളുടെ അടുത്തു നിന്നു. ചടങ്ങ് തുടങ്ങി. പൂക്കളാൽ അലങ്കരിച്ച ചെറിയ മണ്ഡപം, ചുറ്റും വളരെ കുറച്ച് ആളുകൾ, പക്ഷേ ഹൃദയം നിറഞ്ഞ സാന്നിധ്യം. മാഗി ആന്റി, പീറ്റർ, ഉണ്ണിയുടെ അമ്മ, എല്ലാവരും സന്തോഷത്തോടെ തന്നെ. ഉണ്ണി അവളുടെ കണ്ണിലേക്ക് നോക്കി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല, അവൻ മൃദുവായി പറഞ്ഞു. ഗാഥ ചിരിച്ചു. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. ഒരു പുതിയ ജീവിതം തുടങ്ങി. ആ രാത്രിയിൽ റൂമിലിരിക്കുമ്പോൾ ഉണ്ണി പറഞ്ഞു, നമ്മുടെ കഥയ്ക്ക് ഇതാണ് ശരിയായ അവസാനം. ഗാഥ പറഞ്ഞു, ഇത് അവസാനമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ അധ്യായം മാത്രം. ഉണ്ണി പറഞ്ഞു, അതെ, wherever you go, I am there. അത് കേട്ട് ഗാഥ ചിരിച്ചു. പുറത്ത് മഴ തുടങ്ങി. അകത്ത് അവരുടെ പുതിയ ജീവിതവും. ഇനി വേർപാടുകളില്ല, സിഗ്നലുകളില്ല, വഴിത്തിരിവുകളില്ല, ഒരുമിച്ച് മാത്രം എന്നും.